ഇന്നത്തെ വീഡിയോ ഐൻ അത്തുമ്മിലേക്കാണ്. ഐൻ തോബ്രൂക്കിൽ നിന്ന് നേരെ ഐൻ അത്തുമ്മിലേക്കാണ് പോയത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സീനാണിത്. അങ്ങകലെ മലയും മഞ്ഞും പിന്നെ ഗ്രീനറിയും പിന്നെ കുറേ മരങ്ങളും അത് നിറച്ച് ഇലകളും ഒക്കെ ആയിട്ട്, ആ ഇലകളൊക്കെ ആണെങ്കിൽ ബ്രാഞ്ചസ് റോഡിലേക്കാണ് ഇങ്ങനെ നിൽക്കുന്നത്. എല്ലാം ഉണ്ട് സൈഡിലൊക്കെ. അതിലൊക്കെ നിറച്ച് തവളകളൊക്കെയാണ്. ഇപ്പം നമ്മൾ ഐൻ അത്തുമ്മിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ ചെന്നിട്ടുണ്ട്. ഇത് ഐൻ അത്തുമ്മിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് നമ്മൾ നടക്കുകയാണ്. വലിയ മരങ്ങളൊക്കെയാണ് ഉള്ളത്. അവിടെ എന്തോ അറബിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പം തുടങ്ങിയതല്ലേ ഉള്ളൂ മഴ, ഖരീഫ്. അപ്പോഴേക്കും കുറച്ച് വെള്ളമേ ഉള്ളൂ. അവിടെ ആ ഗുഹ പോലെ കാണുന്ന അവിടെയാണ് വെള്ളത്തിൻ്റെ ഒറിജിൻ. അപ്പോൾ അവിടുന്ന് വെള്ളം ഇങ്ങനെ വെളിയിലോട്ട് ഇങ്ങനെ പോരും, എന്നിട്ട് ഐൻ അത്തുമ്മിലേക്ക് എത്തും. കണ്ടോ, ഇതാണ് ആ വെള്ളത്തിൻ്റെ ഉറവ. ഇവിടുന്ന് നേരെ താഴോട്ട് പോകും. ഇതിപ്പം ഐൻ തോബ്രൂക്കിൽ കണ്ടതുമാതിരി ആണ്. ഇതിപ്പോൾ കുറച്ച് വെള്ളമേ ഉള്ളൂ. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് വെള്ളം കൂടും. ഇനിയും വെള്ളമൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളിങ്ങനെ തിരിച്ച് സലാലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ മരങ്ങളൊക്കെ കണ്ടോ, നമ്മൾ ജസ്റ്റ് നമ്മളുടെ അടുത്ത് തന്നെയാണ്. എല്ലാം നമ്മുടെ കാറിൻ്റെ അടുത്തോട്ട് വഴിയിലേക്ക് ഇങ്ങനെ എത്താൻ നിൽക്കുകയാണ്. ഇതൊരു ഓസം വ്യൂ ആണ്. 4 മലകളുണ്ട്. അവിടെ എല്ലാം ഇങ്ങനെ മഞ്ഞെല്ലാം കൂടെ മൂടിക്കിടക്കുകയാണ്. അതും ഉച്ചയ്ക്ക് 12 മണിക്കാന്ന് ഓർക്കണം. We used to dance the night away, hang out the whole next day, laughing, having fun. ട്രിപ്പിന് റെഡിയാക്കി കൊണ്ട് പോയത് ഒരു സേമിയ പായസമാണ്. അപ്പം നമ്മുടെ ലെഷർ ടൈമിൽ നമുക്ക് സേമിയ പായസം കൂടെ കുടിക്കാം എന്ന് വിചാരിച്ച്. അപ്പം ഞാൻ അതിൻ്റെ ഒരു റെസിപ്പിയും കൂടെ കാണിച്ചു തരാം. അപ്പം ഞാനൊരു വലിയ ഇഡ്ഡലി പോലൊരു ഇതിലേക്ക്, ചെറുതാണ്, അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം എടുത്തു. പിന്നെ ചവ്വരി ഇട്ടിട്ടുണ്ട്. ചവ്വരി എന്നിട്ട് ഇനി തിളക്കട്ടെ. ഞാൻ കുറച്ച് വെർമിസെല്ലിയും കൂടെ എടുത്തിട്ട് അത് ഗീ ഒഴിച്ചിട്ട് അതൊന്ന് ഫ്രൈ ആക്കി. ചവ്വരി ഏകദേശം സെറ്റായിട്ടുണ്ട്, കുക്കായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഇത് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസം. അപ്പം ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച വെർമിസെല്ലി അതിനകത്തോട്ടിട്ടു. പിന്നെ ഒപ്പം കുറച്ച് വെർമിസെല്ലി ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടായിരുന്നു. ആ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ഞാൻ ഇട്ടു. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ടാൽ മതി. പായസം റെഡിയാണ്. പിന്നെ ഞാൻ കുറച്ച് നട്ട്സ് കൂടെ ഇട്ട് ഞാൻ ഇനി അത് പാക്ക് ചെയ്യട്ടെ. ബൈ.